ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്കൊരു നാട്ടുമാങ്ങ കറി വയ്ക്കാം. ഇത് മോരൊഴിച്ചാണ് കറി വയ്ക്കുന്നത്. നേരത്തെ ഞാൻ മോര് ഒഴിക്കാത്ത സാധാരണ രീതിയിൽ ഒരു കറി വെച്ചിട്ടുണ്ട്, മധുരമൊക്കെ ചേർത്തിട്ട് ഒരു മധുരമുള്ള കറി. ഇത് കുറച്ച് പുളിയായിരിക്കും മോരൊഴിക്കുന്നതുകൊണ്ട്, ചെറിയ പുളിയുള്ള മോരാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തങ്കംസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നാട്ടുമാങ്ങയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടിയ നാട്ടുമാങ്ങ. വലിയ മരത്തിനകത്ത് നിറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം. ആദ്യമൊക്കെ നല്ല പുളിയായിരുന്നു. കുറച്ച് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം നല്ല മധുരമായി. അപ്പോൾ ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. അതുകൊണ്ടാണ് ഞാൻ ശകലം മോരൊഴിച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പുളിയുള്ള മാങ്ങ എടുക്കരുത്. പുളിയുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ മോരും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ വല്ലാത്ത പുളി. നല്ല പുളി ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണ് മോരൊഴിച്ച് കറി വയ്ക്കാൻ നല്ലത്. 2-3 മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ല പുളിയായിരുന്ന മാങ്ങ ഇപ്പം നല്ല മധുരമായിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പം മോര് ഒഴിച്ച് കറി വയ്ക്കാനായിട്ട് എടുത്തത്. അപ്പം ഇതിനകത്തേക്ക് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ കറി ഒന്ന് ചുമന്നിരിക്കും. മഞ്ഞ കളറിലാണ് ഈ കറി നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് പച്ചമുളക് അരിഞ്ഞ് ചേർക്കണം. ഒരു 4-5 പച്ചമുളക് ചേർത്താൽ മതി. ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേകാൻ വയ്ക്കുന്നുണ്ട്. ആ മാങ്ങയുടെ തൊലി ഒന്ന് വേകുമ്പോൾ ആ മാങ്ങണ്ടി എന്തായാലും വെന്ത് കിട്ടും, കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകവും കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. കുറച്ച് തൈര്, പുളിയില്ലാത്ത തൈര് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് 1 അല്ലി വെളുത്തുള്ളിയും 2 അല്ലി ചുമന്നുള്ളിയൊക്കെ ചേർക്കാം. ഏത് കറി ഉണ്ടാക്കുമ്പോഴും ഓരോ ജില്ലയിലും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താണ് കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ രീതിയിൽ ഉണ്ടാക്കി നോക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് പുതിയൊരു ടേസ്റ്റ് പരിചയപ്പെടാം. ചിലർ കറിയിൽ വറ്റൽമുളക് മാത്രമേ അരയ്ക്കാറുള്ളൂ, പച്ചമുളക് അരയ്ക്കില്ല. ചിലർക്ക് ചുമന്നിരിക്കുന്നത് ഇഷ്ടമല്ല, മഞ്ഞ കളറിലിരിക്കണം. അങ്ങനെ ഓരോ ഇഷ്ടങ്ങളാണ് ഓരോരുത്തർക്ക്. അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് ഏതാണെന്ന് വെച്ചാൽ എരിവിന് ചേർക്കുന്നത് മാറ്റി മാറ്റി ഉപയോഗിക്കാം. അപ്പം നമ്മുടെ മാങ്ങാ കഷ്ണം അതിൻ്റെ തൊലിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ തൊലിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ സത്യം പറയട്ടെ, ഈ മോരൊഴിച്ച് കറി വയ്ക്കുന്നതിനകത്ത് ഈ മാങ്ങയുടെ തൊലി കഴിക്കാൻ അത്ര ടേസ്റ്റ് പോരാ. നമ്മൾ മോരൊഴിക്കാതെ ശർക്കര ചേർത്ത് കറി വയ്ക്കുന്നതിനകത്ത് സൂപ്പറായിരിക്കും ഈ തൊലിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ. അപ്പം ഞാൻ അരച്ചതെല്ലാം നല്ലപോലെ ചേർത്ത് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ച് പുളിയില്ലാത്ത തൈര് കൂടി ചേർത്തിട്ടുണ്ട്. പുളി അധികം ഇല്ലാത്ത തൈര് തന്നെ ഉപയോഗിക്കണം. ഈ മാങ്ങയുടെ മധുരം എന്ന് പറയുന്നത് തൈര് ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് കുറയും. അപ്പോൾ ഈ മോരിന് പുളി കൂടുതലാണെങ്കിൽ ആ പുളിയായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ചെറിയൊരു പുളിയുള്ളതാണ് ഈ മാങ്ങാക്കറിക്ക് നല്ലത്. ചെറിയൊരു മധുരവും പുളിയും എല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഈ മാങ്ങയും മോരൊക്കെ ചേരുന്നതുകൊണ്ട് അല്പം ഉലുവയും കൂടെ ചേർത്തിട്ടാണ് കടുക് താളിക്കുന്നത്. അപ്പോൾ കടുക് താളിച്ചുകൂടി ചേർക്കാം. പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടത് മോര് ചേർക്കാത്ത മാങ്ങാക്കറി തന്നെയാണ്. അപ്പോൾ ഇതിന് ഒരു മോരും മാങ്ങ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ മറ്റൊരു ടേസ്റ്റ്, മോര് ചേർക്കാത്ത പഴുത്ത മാങ്ങാക്കറി വയ്ക്കുമ്പം അതിന് വേറൊരു ടേസ്റ്റ്. അപ്പോൾ രണ്ടും നല്ല വ്യത്യാസം, ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. മറ്റേ റെസിപ്പി ഞാനിത് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പഴുത്ത മാങ്ങയുടെ മോര് ചേർക്കാത്ത കറി. അതൊന്ന് പോയി കണ്ടാൽ നല്ല ടേസ്റ്റാണ് ആ കറിക്ക്. ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.